യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നാടി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും വൈറസോ മാൽവെയറോ സ്പൈവെയറോ തുടങ്ങിയ ഏതെങ്കിലും മിസ്ലേനിയസ് കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനുകളിൽ ഇത്തരം പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ, ഇത്തരം കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിനെ അറ്റാക്ക് ചെയ്യുകയും ഫോണിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നമ്മുടെ ഫോണിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ്, ആഡ്സുകൾ വരിക, അങ്ങനെ തുടങ്ങിയ സ്പൈവെയർ അറ്റാക്ക് ആകുക തുടങ്ങിയ അറ്റാക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ആ വൈറസിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വരും. ചിലപ്പോൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ റീഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം വൈറസുകളെയൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട്, ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾക്ക് വലിയ പ്രോബ്ലംസുകൾ ഉണ്ടാകാറില്ല. എന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്നും നമ്മൾ ക്രാക്ക്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹാക്ക്ഡ് ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ മോഡഡ് ആയിട്ടുള്ളതോ ആയ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ട്രിക്ക് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മൊബൈലിൽ നിന്നും ഷെയറിറ്റ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ എക്സെൻഡർ വഴിയോ ഒക്കെ നമ്മുടെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഷെയർ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അത്തരം ആപ്ലിക്കേഷനുകളിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ട്രിക്ക് നമുക്ക് ഉപകാരപ്രദമാകും. ഇതൊരു ആപ്ലിക്കേഷൻ അല്ല, ഒരു സൈറ്റാണ്. ഈ സൈറ്റ് വഴി ഒരുപാട് വൈറസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണിത്. നിങ്ങൾക്ക് ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രൗസർ വഴി ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ആ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് യൂസി ബ്രൗസർ വഴിയാണ്. നിങ്ങൾക്ക് ക്രോം ബ്രൗസർ വഴിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലോഡ് ആൻഡ് സ്കാൻ ഫയൽ എന്നുള്ളതും അതിൻ്റെ മുകളിലായിട്ട് ഫയൽ, URL, സെർച്ച് എന്നീ 3 ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫയലാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ആൻഡ് സ്കാൻ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ, അതായത് ഇമേജസ് ആയിരുന്നാലും വീഡിയോസ് ആയിരുന്നാലും ഈ ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ആയിരുന്നാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ എന്തെങ്കിലും കണ്ടൻറ്റുകൾ ഉണ്ടോ എന്നുള്ളത്, വൈറസ്, മാൽവെയർ അതുപോലുള്ള മിസ്ലേനിയസ് ഫയലുകൾ അടങ്ങിയ ഏതെങ്കിലും കണ്ടൻറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ കാണിച്ചത് ഒരു പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനൊരു ആപ്ലിക്കേഷൻ, ആൽ ഇൻ ഓൺ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു കണ്ടൻറ്റുകൾ നമ്മുടെ ഫോണിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടൻറ്റുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഷെയർ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ URL കോപ്പി ചെയ്യുക. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ URL കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സൈറ്റിലേക്ക് വീണ്ടും പോകുക. ഞാൻ യൂസർ ബ്രൗസറിൻ്റെ ഈ സൈറ്റിലേക്ക് പോകുക. എന്നിട്ട് നിങ്ങൾക്ക് URL എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെർച്ച് ഓർ സ്കാൻ URL എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ കോപ്പി ചെയ്ത URL, ആ ആപ്ലിക്കേഷൻ്റെ URL പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സ്കാൻ ചെയ്യുക. അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇത് സ്കാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം എല്ലാ ആൻറ്റിവൈറസ് സൈറ്റുകളും ഇത് പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാം ക്ലീൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. എല്ലാ പേരും പറഞ്ഞിട്ടുള്ളത്, അതായത് കാസ്പ്രക്കി പോലെയുള്ള മിക്കവാറും ഏകദേശമുള്ള എല്ലാ നല്ല സൈറ്റുകളും, അതായത് മാൽവെയർ ഡിറ്റക്റ്റ് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും പറഞ്ഞിട്ടുള്ളത് ഇത് 100% ഷുവർ ആണെന്നുള്ള, യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടൻറ്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് അതിൽ പറയും ഇത് പ്രോബ്ലംസ് ആണ്, ഇന്ന ഒരു വൈറസ് അതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു മാൽവെയർ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് പ്രൊട്ടക്റ്റഡ് അല്ല എന്ന് അറിയാൻ സാധിക്കും.
ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഒരു APK ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതായത് ഒരു ആപ്ലിക്കേഷൻ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് മുന്നാടിയായിട്ട് നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാം അതിലെന്താ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. അത് ഞാൻ ഫയൽ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ആൻഡ് സ്കാൻ ഫയൽ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫയൽ മാനേജർ പോകുന്നു. ഫയൽ മാനേജർ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ആ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് സ്കാൻ ആവുന്നുണ്ട്. കമ്പ്യൂട്ടിംഗ് ഹാഷ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കാൻ ആവുന്നുണ്ട്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏകദേശം 90% ആൾക്കാരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് സ്കാൻ ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. അതിൻ്റെ മുഴുവൻ വിവരവും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 9 മാൽവെയർ ഡിറ്റക്റ്റിംഗ് സൈറ്റുകൾ ഇത് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അതായത് സസ്പീഷ്യസ് ഫയലുകൾ, ട്രോജൻ ഫയലുകൾ, അതുപോലെ തന്നെ ഒരുപാട് ട്രോജൻ ആൻഡ്രോയിഡിൻ്റെ ആപ്സ് റിസ്ക് ജെനസ്റ്റിക് തുടങ്ങിയ ഒരുപാട് പ്രോബ്ലംസുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സേഫ് അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുക നിങ്ങളുടെ ആ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്കിങ് അതിൽ കണ്ടൻറ്റ് അതിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളിത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 8ഓളം സൈറ്റുകൾ ഇത് പ്രോബ്ലംസ് ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏതൊക്കെ വൈറസുകൾ അതിൽ ഏതൊക്കെ മാൽവെയറുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. ട്രോജൻ തുടങ്ങിയ ഒരുപാട് മാൽവെയറുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനും APK ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഇതുവഴി സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ യാതൊരു പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് APK ഫയലുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന APK ഫയലുകളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ഇമേജസിൽ നിന്നും അതുപോലെ തന്നെ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് ഇതേപോലെയുള്ള പ്രോബ്ലംസുകൾ വരാറുണ്ട്. ചില ഇമേജസിൽ നിന്നും വീഡിയോസിൽ നിന്നുമൊക്കെ നമുക്ക് ഇതേപോലെ മാൽവെയർ കണ്ടൻറ്റുകളൊക്കെ ഇഞ്ചക്ട് ചെയ്ത ഫയലുകൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അത്തരം ഫയലുകൾ വഴി നമ്മുടെ ഫോണിൽ പ്രോബ്ലംസുകൾ ഉണ്ടാക്കും. അതും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈ ഒരു സൈറ്റ് മുഖേന നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് അപ്ലോഡ് ആൻഡ് സ്കാൻ ഫയൽ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗാലറി എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ആയിരുന്നാലും ഇമേജസ് ആയാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഇമേജസിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസിൽ എന്തെങ്കിലും ഒരു മാൽവെയർ കണ്ടൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ്ലേനിയസ് ഫയലുകൾ ഇതിൽ കണ്ടൻറ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതും നിങ്ങളുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ആയിരുന്നാലും ഏതൊരു ഗെയിമുകളായിരുന്നാലും ശരി ഏതൊരു വീഡിയോസ് ആയിരുന്നാലും ഏത് ഫയലായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുമായി ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ബൈ.